നമസ്കാരം, അഞ്ചാലുമൂട് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു അത്ലറ്റ്. അദ്ദേഹത്തെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്ലറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും ഉള്ളിൽ ആ ഒരു ധാരണയുണ്ട്, അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു അത്ലറ്റ് അല്ലേ. അപ്പം അദ്ദേഹം ഇപ്പം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പ്രാക്കുളം സ്വദേശിയായ ശ്രീ ഡേവിഡ് അച്ചായൻ എന്ന് വിളിപ്പേരുള്ള അദ്ദേഹത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം അദ്ദേഹമുണ്ട്. നമസ്കാരം. അത്ലറ്റ് എന്ന് പറയുന്ന ഈ കായിക ഇനം ഏതാണ് ഉൾപ്പെടുത്തി മുന്നോട്ട് വന്നത്? ഞാൻ ലോങ് ജമ്പാണ് ലോങ് ജമ്പ്. ചെയ്യുന്നത്. നമ്മള് ഇപ്പൊ ഏകദേശം ഒരു 40 കൊല്ലത്തോളമായി ഈ ഫീൽഡിലുണ്ട്. ലോങ് ജമ്പ് തന്നെയായിരുന്നു ആദ്യം മുതലേ ചെയ്തുകൊണ്ടിരുന്നത്. കുട്ടിക്കാലം മുതൽ ലോങ് ജമ്പ് ആയിരുന്നു. ലോങ് ജമ്പ് 100 മീറ്റർ ആയിരുന്നു പ്രധാനമായിട്ടും. സ്കൂൾ തലം മുതൽ സ്കൂൾ തലം മുതൽ 92-ലാണ് ആദ്യമായിട്ട് കേരള യൂണിവേഴ്സിറ്റി മെഡൽ വരുന്നത്. ശരി ശരി. 93-ല് നാഷണൽ മെഡൽ വരുന്നായിരുന്നു. 94-ല് ഒരു ഇഞ്ചുറി വന്നിട്ട് സ്പോർട്സ് പാടെ നിർത്തേണ്ടി വന്നു. ശരി. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്പോർട്സ് നിർത്തേണ്ടി വന്നു. പിന്നെ അതിനുശേഷം 2009-ലാണ് ജോലി കിട്ടുന്നത്. ആ ജോലി കിട്ടിയതിന് ശേഷമാണ് സ്പോർട്സിലോട്ട് നമ്മൾ ആക്റ്റീവായിട്ട് വരുന്നത്. അതിന് മുമ്പ് തന്നെ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് 2007-ല് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് മാനേജ്മെന്റിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൽ നിന്ന് കോച്ചിങ്ങിന്റെ എ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചായിരുന്നു. ജിമ്മും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നതിനായിട്ടാണ്. പിന്നെ 2009-ല് യോഗയുടെ എ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ തന്നെയാണ്. പിന്നെ അതിനുശേഷം 2009-ലാണ് റവന്യൂ സർവീസിൽ കയറുന്നത്. കൊല്ലത്ത് തന്നെയാണ് ജോയിൻ ചെയ്ത്. അതിനുശേഷം നമ്മൾ സ്പോർട്സിൽ ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. 2009-ൽ തന്നെ ഈ മാസ്റ്റേഴ്സ് മീറ്റിൽ 100 മീറ്ററിൽ സ്റ്റേറ്റ് റെക്കോർഡായിരുന്നു. അത് ഇതുവരെ ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു 5 കൊല്ലമായിട്ട് ഞാൻ നാഷണൽ മെഡൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ജില്ലാ കളക്ടർ എന്നെ അനുമോദിച്ചത്. ഇപ്പൊ ഈ ലോങ് ജമ്പ് എന്നുള്ള ഐറ്റം നേരത്തെ പറഞ്ഞു സ്കൂൾ തലം മുതലാണ്. അപ്പൊ സ്കൂള് എവിടെയായിരുന്നു? സ്കൂള് പ്രാക്കുളം സ്കൂളിലായിരുന്നു. സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. പ്രീ ഡിഗ്രിയും ഡിഗ്രിയും എല്ലാം ഫാത്തിമ നാഷണൽ കോളേജിലായിരുന്നു. അവിടെയായിരുന്നു. ഇതിലേക്ക് വരുന്നത് വേറെ ഏതെങ്കിലും നമ്മുടെ കൊല്ലം സായി അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടോ? ഞാൻ കൊല്ലം പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് സ്റ്റേഡിയത്തിലാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് കൊല്ലത്ത്. ഏകദേശം ഒരു 6 കൊല്ലം വരെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് നമുക്കൊരു യൂണിവേഴ്സിറ്റി മെഡൽ വരാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അന്ന് കൊല്ലം സായിയിലെ ദേവസ്യ സാറായിരുന്നു, ഷൈനി അബ്രാമിന്റെ കോച്ചായിരുന്നു. അദ്ദേഹമായിരുന്നു നമ്മളെ പരിശീലിപ്പിച്ചത്. നമ്മള് സായിലല്ല, ഔട്ട്സൈഡേഴ്സ് ആയിരുന്നു. ഔട്ട്സൈഡേഴ്സ് ആണെങ്കിലും ഞങ്ങൾ രണ്ടുപേരെ സാറ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെയാണ് നാഷണൽ മെഡലൊക്കെ വരുന്നത്. അപ്പൊ അവിടുത്തെ ആ പരിശീലനത്തോട് കൂടിയാണ് നമുക്ക് നാഷണലൊക്കെ മെഡൽ വന്നത്. ജോലി ലഭിച്ചതിനും ഈ നാഷണൽ മെഡൽ വന്നതിന്റെ ഒരു സപ്പോർട്ടുണ്ട്. PSC ടെസ്റ്റ് എഴുതിയാണ് കയറിയത്, എങ്കിലും നമുക്ക് അതിന്റെ വെയിറ്റേജ് ഉണ്ടായിരുന്നു. നാഷണൽ ഡൽഹിയിലെ വെച്ചുള്ള മത്സരത്തിലായിരുന്നു നാഷണൽ മെഡൽ വന്നത്. പിന്നെ കേരള യൂണിവേഴ്സിറ്റി മെഡൽ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം തിരുവനന്തപുരം വെച്ചായിരുന്നു. പിന്നെ ഇപ്പം ഈ 5 കൊല്ലമായിട്ട് ഗോവയിൽ വെച്ചിരുന്ന നാഷണൽ മീറ്റിൽ മെഡൽ നേടി, ബാംഗ്ലൂർ വെച്ചിരുന്ന ഒരു മീറ്റിൽ മെഡൽ നേടി, പിന്നെ തൃശ്ശൂർ ഒരു നാഷണൽ മീറ്റ് നടന്നു, അതിലും മെഡൽ നേടി. തുടർച്ചയായിട്ട് 5 കൊല്ലമായിട്ട് നാഷണൽ മെഡൽ വരുന്നുണ്ട്. പിന്നെ ഗവൺമെന്റ് സർവീസിൽ ഉള്ളവർക്ക് വേണ്ടിയുള്ള ഓൾ ഇന്ത്യ സിവിൽ സർവീസ് മീറ്റ് ഉണ്ട്. അതിന്റെ സ്റ്റേറ്റ് മത്സരത്തിൽ ഒരു ഗോൾഡും ഒരു സിൽവറും നേടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചണ്ഡീഗഡിൽ വെച്ച് നടന്ന നാഷണൽ മീറ്റിൽ പങ്കെടുക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായി. പിന്നെ ഈ ലോങ് ജമ്പ് എന്ന് പറയുന്ന ഐറ്റത്തിനോട് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ എങ്ങനെയാണ് കുട്ടികൾ മുന്നോട്ട് വരാനുള്ള? കുട്ടികൾക്ക് പൊതുവെ കഷ്ടപ്പെടാൻ വലിയ പാടാണ്. ഞാൻ മുമ്പ് പറഞ്ഞില്ല, 6 കൊല്ലം പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമുക്കൊരു മെഡൽ നേടാൻ സാധിച്ചത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വരുമ്പോ തന്നെ മെഡൽ നേടാൻ പറ്റില്ല, അവർ നിരാശരാണ്. അവർ നിർത്തിപ്പോകുന്ന ഒരു കാഴ്ച. 2 കൊല്ലം 3 കൊല്ലം ഒക്കെ പിടിച്ചിരിക്കാനുള്ള ശേഷിയില്ല. അതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. കാര്യം നമ്മൾ രാവിലെയും വൈകുന്നേരം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്റെ ടൈം എന്ന് വെച്ചാൽ രാവിലെ 4:30 ആകുമ്പോൾ എണീക്കുക, ഉണർന്നു കഴിഞ്ഞാൽ രാത്രി 10 മണിക്ക് മുൻപ് ഉറങ്ങുക. ആ ഒരു ശീലമാണ് ഇപ്പൊ എന്റെ ഒരു ഓർമ്മയായ കാലം പോലെ ഏകദേശം ഒരു 30-35 കൊല്ലമായിട്ട് ശീലിച്ചു വരുന്നത്. ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ ഏറ്റവും വലിയ പ്രശ്നം ഉറക്കമില്ലായ്മ. അവര് ഉറങ്ങുന്ന വെളുപ്പിന്. അത് പൊതുവെ കണ്ടുവരുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ
NIS കോച്ച് ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ കുറേയേറെ പേർക്ക് സൗജന്യമായിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3750 പേര് ഇപ്പൊ സർവീസിലുണ്ട്. പോലീസിലും എക്സൈസിലും ഫയർഫോഴ്സിലും ആയിട്ടല്ല. നമ്മുടെ കൊല്ലം ജില്ലയിലെ മിക്കവാറും എല്ലാ സ്റ്റേഷനിലും എന്റെ സ്റ്റുഡൻസാണ്. SHO ആയിട്ട് SI ആയിട്ടൊക്കെ ഇരിക്കുന്നത്. അഞ്ചാലുമൂട് ഒഴിച്ച്. പിന്നെ നമ്മുടെ ഈ പ്രദേശത്ത് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ലോങ് ജമ്പിന് താല്പര്യമുള്ള ഏതെങ്കിലും കുട്ടികളോ അങ്ങനെയൊക്കെ? ലോങ് ജമ്പിന് താല്പര്യമുള്ള കുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷെ അവര് ഡിഗ്രി ഒക്കെ ആയപ്പോഴത്തേക്ക് പാടെ നിർത്തി. സ്പോർട്സ് നിർത്തിയ ഒരു ഇതാണ് കാണുന്നത്. കുറെ പേര് നന്നായിട്ട് ചെയ്തു വന്ന പിള്ളേരാണ്. പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ല എന്നുകൊണ്ടാണോ അതോ ഇവർക്ക് കഷ്ടപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. അവർക്ക് അതിനുള്ള താല്പര്യം കുറവാണ് പോലും. ഇനിയിപ്പം ഈ ലോങ് ജമ്പ് എന്ന് പറയുന്ന ഐറ്റത്തിനോട് ഇപ്പൊ ഈ പറഞ്ഞ കുട്ടികളുടെ ഒരു മനോഭാവം മാറ്റിയെടുക്കാൻ എന്തെങ്കിലും ഉപദേശങ്ങളായിട്ട് കൊടുക്കാൻ? മാറ്റിയെടുക്കാൻ റെഗുലർ പ്രാക്ടീസ്, അതിനോട് അവർക്ക് ചേർന്ന് തന്നെ അവര് സ്പോർട്സ് ഫോർ ആൾ, ഫിറ്റ്നസ് ഫോർ ആൾ എന്ന് അവരുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ സ്കൂളുകളിലെ തുടങ്ങി വരുന്നു. സ്കൂളിലെ ഏറ്റവും കൂടുതൽ കുട്ടികളിൽ അവർ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്കൂളുകളിലാണ്. അപ്പൊ അതുപോലെ അവര് ആ രീതിയിൽ ഒരു മാറ്റം ഉണ്ടായി മാത്രമേ നമ്മളിപ്പോൾ ഉള്ളവർക്ക് അവരെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. സ്പോർട്സ് ഓർ ഫിറ്റ്നസ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സ്കൂളുകളിലേക്ക് ഞാൻ TK എഞ്ചിനീയറിംഗ് കോളേജിൽ ഫിറ്റ്നസിന്റെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. NSSന് അവിടുത്തെ NSSന് ക്ലാസ് എടുത്തിട്ടുണ്ട്. അഞ്ചാലുമൂട് സ്കൂളിലെ NSSന് സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. ഇതെല്ലാം നമ്മള് സൗജന്യമായിട്ട് ക്ലാസ് എടുക്കുന്നത്. നമ്മള് സർവീസിലാണെങ്കിലും ലീവ് എടുത്തിട്ട് പോയി ക്ലാസ് എടുക്കുമായിരുന്നു. പിന്നെ കരിക്കോട് സ്കൂളില് സ്ഥിരം NSSന്റെ മിക്കവാറും നടക്കുന്ന എല്ലായിടത്തും പോയി ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പൊ ഈ അത്ലറ്റ് എന്ന് പറയുന്ന ഇനിയിപ്പം എത്ര നാളത്തേക്ക് അങ്ങനെയുള്ള ഒരു ഡ്യൂറേഷൻ? നമ്മളിപ്പോ മരിക്കുന്നതിന്റെ തലേന്ന് വരെ സ്പോർട്സിൽ ആക്റ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ എന്റെ കൂടെ ചെയ്ത ഒരാൾ ഇപ്പൊ നിലവിൽ സ്പോർട്സ് ചെയ്യുന്നില്ല. കൊല്ലത്ത് തന്നെ നമ്മുടെ കൂടെ ചെയ്ത കുറേയധികം ആൾക്കാരുണ്ട്. ആരും ഇപ്പൊ നിലവിൽ വിരലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ സ്പോർട്സ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതും ഇഞ്ചുറി ഒരു പ്രശ്നമാണ്. ലോങ് ജമ്പ്, ട്രിപ്പിൾ ജമ്പ് ഒക്കെ എപ്പോഴും നമുക്ക് ഏത് സമയം ഇഞ്ചുറി വരാം. 2023 എനിക്കൊരു ഇഞ്ചുറി വന്നിട്ട് ഞാൻ 3 ദിവസം ഹോസ്പിറ്റലായിരുന്നു. ബെഡിൽ നിന്ന് എണീക്കാൻ പോലും പറ്റിയിട്ടില്ല. നടുവിന് ഒരു പ്രോബ്ലം വന്നിട്ട്. ഞാൻ സ്പോർട്സ് നിർത്താനുള്ള കാരണം എന്ന് വെച്ചാൽ 94-95 ഉപ്പൂറ്റി ചതഞ്ഞിട്ടാണ് നിർത്തിയത്. അന്ന് ഡോക്ടർ പറഞ്ഞു ഇനി ഒരിക്കലും ഓടാൻ പോലും പറ്റത്തില്ല. ആ രീതിയിലാണ് നമ്മളിങ്ങനെ ഇപ്പൊ മാറ്റി എടുത്തിപ്പോൾ ലോങ് ജമ്പിൽ തന്നെ നാഷണൽ മെഡൽ വരുന്ന രീതിയിലേക്ക് ആയിരിക്കും. നമ്മുടെ കഠിനാധ്വാനം കൊണ്ടാണ്. മനസ്സിന്റെ ഒരു റെഗുലർ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ കൂടെ വരും. ഇപ്പൊ ഇരിക്കുന്ന നമ്മുടെ ഈ ചുറ്റുപാടില് കണ്ടാലറിയാം ഒരു ജിമ്മിന്റെ അല്ലേ ഒരു എൻവയോൺമെന്റ് ആണ്. അപ്പൊ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ്? ഈ ഒരു നമ്മള് 82-ലാണ് 84-ലാണ് ജിമ്മ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഞാൻ തുടങ്ങിയത് ഞാനായിരുന്നു. അപ്പൊ എനിക്ക് 2009 ജോലി കിട്ടിയതിന് ശേഷം അത് നമ്മുടെ ജ്യേഷ്ഠനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം തന്നെ ഗ്രൗണ്ടിലായാലും ഇവിടെ ആയാലും കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാനാണ് നമ്മൾ കൂടുതൽ താല്പര്യം. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ട്രെയിനിങ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2750 പേര് അല്ല 3750 പേര് നമ്മളിപ്പോ സർവീസിലുണ്ട്. ഒരു 15ഓളം പേര് അടൂർ ക്യാമ്പിൽ ഇപ്പൊ ട്രെയിനിങ് നടക്കുന്നുണ്ട് പോലീസിന്റെ. അങ്ങനെ പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മുടെ ഒരു 10 പേര് നിന്നാലേ യൂണിഫോം ധാരികൾ 10 പേര് നിന്നാൽ നമ്മുടെ സ്റ്റുഡന്റ് ആയിരിക്കും. അത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. ഇപ്പൊ തന്നെ നമുക്ക് പേരെടുത്ത് സ്റ്റേഷന്റെ പേര് പറയാൻ പറ്റത്തില്ല. മിക്കവാറും അടുത്തടുത്തുള്ള എല്ലാ സ്റ്റേഷനിലും നമ്മുടെ സ്റ്റുഡൻസ് ആയിരിക്കും SIമാരായിട്ടും SHOമാരായിട്ടും ഒക്കെ ഇരിക്കുന്നു. എല്ലായിടും പോലീസുകാരായാലും എക്സൈസിലുള്ളതായാലും ഫയർഫോഴ്സിലുള്ളതായാലും എല്ലാവരും നമ്മുടെ കുറേയേറെ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ജിമ്മുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ മേഖല ആയതുകൊണ്ട് ഇന്നത്തെ ചുറ്റുപാടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ലഹരി വസ്തുക്കളും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അത് നമ്മുടെ ഈ ഇനിയുള്ള ജനറേഷനെ എങ്ങനെ അതിൽ നിന്നൊരു മുക്തി, അപ്പൊ അതിന്റെ പുറകെ പോകുന്ന ഒരു വിഭാഗം ഉണ്ടാവുമല്ലോ. നമ്മളൊരു 5 കൊല്ലമായിട്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. 5 കൊല്ലത്തിന് മേളിലായി നമ്മുടെ കുട്ടികളെ കൊണ്ട് ഈ പറഞ്ഞ ഓരോരോ വിശേഷ ദിവസങ്ങളിൽ ഒരു പദയാത്ര പോലെ അല്ലെങ്കിൽ ഒരു ജോഗിങ് പോലെ ബാനറും ഒക്കെ കെട്ടിക്കൊണ്ട് ലഹരിയിൽ നിന്ന് വിമുക്തമാകുക, ഫിറ്റ്നസ് ഫസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ വളരെയധികം ക്യാമ്പയിൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും. ഇവ ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ട് കുട്ടികൾ എന്ന് വരുന്നത് അന്ന് ഇവർ ലഹരി ഉപേക്ഷിക്കും. ഇപ്പൊ ജിമ്മുകളിൽ തന്നെ കൂടുതൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് സ്റ്റെറോയിഡ്സിന്റെ ഉപയോഗം, മസിൽ എങ്ങനെ വർദ്ധിപ്പിക്കുക, മസിൽ കൂട്ടുന്നതിന് വേണ്ടി നമുക്ക് അനാരോഗ്യപരമായ പല കാര്യങ്ങളും ഇന്ന് ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റമേ ഇവിടെ ഇല്ല. നമുക്ക് ആരോഗ്യപരമായ നമുക്ക് നാച്ചുറൽ ഫുഡ് കഴിച്ചിട്ട് എങ്ങനെ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാം, അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഈ കുട്ടികളെ ലഹരിയിൽ നിന്ന് വിമുക്തമാക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം അവരെ ഹെൽത്ത് കോൺഷ്യസ് ആക്കുക, അത് മാത്രമാണ് പ്രധാന മാർഗം. അതേപോലെ തന്നെ അവരുടെ സ്പോർട്സില്, ആർട്സില് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ലഹരിയുടെ ഉപയോഗം താനെ കുറഞ്ഞുകൊണ്ട് വരും.
പ്രത്യേകിച്ച് ഈവനിങ് ടൈമിൽ ഇതുപോലെ പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ ഒഴിവാകും. പണ്ട് പേരൻസും ടീച്ചേഴ്സും ഒക്കെ ജിമ്മിൽ വിടുന്നതിന് എതിരായിരുന്നു. പേരൻസ്, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്. ഇപ്പൊ അവരാണ് കൂടുതലും പോകുന്നതും കുട്ടികളെ പറഞ്ഞു വിടുന്നത്. ജിമ്മിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യം കൂടി പറയാം. ഇപ്പം ആക്ച്വലി നമ്മുടെ ഈ ജിം ഇപ്പം കറക്റ്റ് ലൊക്കേഷൻ റോഡിൽ നിന്ന് 500 മീറ്റർ ഉള്ളിലായിട്ട് കൊല്ലേരി അമ്പലത്തിന്റെ ഫ്രണ്ടിലായിട്ടാണ്, അല്ലെങ്കിൽ സ്റ്റേഡിയം റോഡിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ജിമ്മ് പ്രവർത്തിക്കുന്നത്. തുടങ്ങിയിട്ട് ഏകദേശം 32-34 കൊല്ലത്തോളമായി. നമുക്കിവിടെ ലേഡീസിനും ജെന്റ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള പരിശീലനത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ കൂടുതലും വരുന്ന എബോവ് 30 കാറ്റഗറിയാണ്, ഏജ് കാറ്റഗറിയാണ്. ഈ ഡോക്ടർമാർ മാറത്തില്ലെന്ന് പറയുന്ന തന്നെ മുട്ടുവേദന, നടുവേദന, അങ്ങനെയുള്ള ഒരു മാറിയവർ കൂടുതൽ പേരാണ് ഇവിടെ വരുന്നത്. പറഞ്ഞാൽ വന്നൊരു 15 ദിവസം മുതൽ 45 ദിവസം കൊണ്ട് ഇവരുടെ ഈ ഡോക്ടർമാർ മാറത്തില്ല എന്ന് പറഞ്ഞ പല അസുഖങ്ങളും കറക്റ്റായിട്ട് എക്സർസൈസിലൂടെ കൃത്യമായിട്ട് മാറി വരുന്നുണ്ട്. അങ്ങനെയുള്ളവർ 30 മുതൽ 60-70 വരെയുള്ള ലേഡീസ് മാത്രം വരുന്നുണ്ട് ഇവിടെ. പ്രായമുള്ളവരാണ്. പിന്നെ ഈ കൊച്ചു കുട്ടികൾ അവരെ ഫിറ്റ്നസിനായിട്ട് വരുന്നുണ്ട്, പെൺകുട്ടികൾ. അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ജീവിതശൈലി രോഗങ്ങളുടെ രക്ഷ നേടുന്നതിന് പ്രധാനമായും ഈ ഫിറ്റ്നസിന്റെ വർക്കൗട്ടുകളാണ് ആവശ്യം. എയറോബിക്സ്, യോഗ, സൂംബ, പിന്നെ സ്ട്രെങ്ത് ട്രെയിനിങ്, ഫ്ലെക്സിബിലിറ്റി, ഇത്രയും കാര്യങ്ങളാണ് ഒരാൾക്ക് ഫിറ്റ്നസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടുന്നത്. അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ സമയം കിട്ടുമ്പോഴെല്ലാം ഇവിടെ വന്ന് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ അഞ്ചാലുമൂട് പ്രദേശത്ത് എല്ലാം കൊണ്ടും ജനങ്ങളുടെ ആരോഗ്യത്തിനാണെങ്കിലും സ്പോർട്സിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം ലഹരി അങ്ങനെയൊക്കെയുള്ള ഉപയോഗത്തിൽ നിന്നും കുട്ടികളെ നമുക്ക് എങ്ങനെ മുക്തരാക്കാം എന്നതിനെ പറ്റിയൊക്കെ പൂർണ്ണമായിട്ടും ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. തീർച്ചയായും ഇദ്ദേഹത്തിന് വീണ്ടും ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് മേഖലകൾ വെട്ടിപ്പിടിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കട്ടെ എന്നും നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒപ്പം അദ്ദേഹത്തിന്റെ ഈ ജിം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയുള്ള നിങ്ങൾക്കാർക്കെങ്കിലും ഈ ഇവിടേക്ക് വരണമെന്നും ഇതിനകത്തേക്ക് ട്രെയിനിങ്ങിലൂടെ നിങ്ങളുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ശേഷിയും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.